ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഇത് ഏതാണ്ട് 6.7 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സിനെ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് മെക്സിക്കോയിൽ 60%, പെറുവിൽ 13%, കൊളംബിയയിൽ 10%. അടുത്തത് ബൊളീവിയ, വെനസൂല, ഇക്വഡോർ, ഗയാമ, സുറീനാം ആൻഡ് ഫ്രഞ്ച് ഗുയാന. പെട്ടുപോകുന്ന കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഞാൻ പറഞ്ഞു തരാം. നദികളിൽ നിന്നോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നോ ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല. വലുതും വൃത്തിയുള്ളതുമായ ഇലകൾ കൊണ്ട് മഴവെള്ളം സംഭരിച്ച് അത് വൃത്തിയാക്കി ശുദ്ധമാക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വള്ളികൾ, മുളയുടെ തണ്ടുകൾ എന്നിവ മുറിക്കുക. അല്ലെങ്കിൽ ബ്രോമിലിയേഡ് ചെടിയുടെ ഇലകളിൽ നിന്ന് വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. അത് കുടിക്കാൻ ശ്രമിക്കുക. അടുത്തത് നോക്കേണ്ട ഫിൽട്രേഷനാണ്. ഫിൽട്രേഷൻ നിങ്ങൾക്ക് ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് 10 തവണയെങ്കിലും അതിനെ തിളപ്പിക്കുക. ഇല്ലെങ്കിൽ പരാത ജീവികൾ അതിനുള്ളിൽ കിടക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ പ്രത്യേക കിറ്റുകളോ മറ്റോ ഉപയോഗിക്കുക. പൊക്കമുള്ള വീടുകൾ കെട്ടാൻ ശ്രദ്ധിക്കുക. ഷെൽട്ടർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പൊക്കമുള്ള വീടുകൾ കെട്ടാൻ ശ്രദ്ധിക്കണം. തറയിൽ വയ്ക്കുന്ന വീടുകൾക്ക് ഇഴജന്തുക്കൾ കയറാനും മറ്റു പ്രാണികൾ കയറാനുമുള്ള സാധ്യതയുണ്ട്. സ്ഥലം നോക്കുമ്പോൾ ഉണങ്ങിയ മരങ്ങളും അതല്ലാതെ ചീഞ്ഞഴുകിയ മരങ്ങളും ഉള്ള സ്ഥലത്ത് നിന്ന് മാറ്റി കെട്ടുക. അധികം വെള്ളം ഉയർന്ന് കയറാത്ത സ്ഥലത്ത് നിന്ന് കെട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മണ്ടയിൽ കൂടെ എന്തെങ്കിലും വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ഥലം നോക്കുക. കെട്ടേണ്ട വിധം: വീണ് കിടക്കുന്ന മരങ്ങളും പാരകൂടുകളും വെച്ചൊരു സിമ്പിളായിട്ടുള്ള ഫ്രെയിം കെട്ടുക. അതിനുശേഷം ദിവസേന പെയ്യുന്ന കനത്ത മഴയെ ചെറുക്കാനുള്ള തരത്തിലുള്ള വീട് വേണം നിങ്ങൾ കെട്ടാൻ. നിങ്ങൾ നേരിട്ട് ഉറങ്ങരുത്. എന്തെങ്കിലും സാധനങ്ങൾ തറയിൽ വച്ചതിന് ശേഷം മാത്രമേ ഉറങ്ങാവൂ. അതായത് എന്തെങ്കിലും ടൈപ്പുള്ള പാള പോലുള്ള വലിയ അതോ അങ്ങനെ എന്തെങ്കിലും വെച്ച്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. തീ എപ്പോഴും രാത്രി വയ്ക്കുന്നത് നല്ല ആവശ്യമാണ്. അത് ജലം ശുദ്ധീകരിക്കുന്നു, നല്ല പ്രകാശം തരുന്നു. അതുമാത്രമല്ല വലിയ വേട്ടക്കാരന്മാരെ അകറ്റാനും സാധിക്കുന്നു. തീ അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മഴക്കാലത്ത് നിരന്തരം കിട്ടുന്ന വിറകുകൾ തീരെ അടുത്തേക്ക് വച്ച് ഉണക്കി സൂക്ഷിക്കുക. ഒരിക്കലും അത് നനയാൻ പാടില്ല. പിന്നെ ഇടയ്ക്കിടെ കിട്ടുന്ന വിറകുകൾ അത്രയും ശേഖരിക്കുക. ഇല്ലെങ്കിൽ ഇന്ധനം തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സൂര്യനെ പോലുള്ള ദിശാവ്യതിയാനങ്ങൾ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദിശ നോക്കി പോകുന്ന കാര്യം വളരെയധികം പാടാണ്. അതുകൊണ്ട് കാടിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വഴി തെറ്റുകയാണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. വിശ്വാസമായ ഒരു അരുവിയുടെ അടുത്ത് വല്ലവും നിന്ന് അതിൻ്റെ നേരെ പോവുക. കാരണം അത് നിങ്ങളുടെ രക്ഷപ്പെടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ചെടികളിലോ മരങ്ങളിലോ വെറും കൈകൊണ്ട് തുടരുക. അതിൽ മുള്ളുകളോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. തറയിൽ പാമ്പുകൾ ഇഴഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കാട് എപ്പോഴും വെട്ടിത്തെളിച്ച് ക്ലീനാക്കി ഇടുക. ചെടികളോ മരങ്ങളോ വെറും കൈകൊണ്ട് തുടരുത്. അതിൽ നിന്ന് വിഷമുള്ള മുള്ളുകൾ വരാൻ സാധ്യതയുണ്ട്. പാമ്പുകൾ അതുപോലുള്ള ജീവികൾ വരാതിരിക്കാനായി എപ്പോഴും കാട് വെട്ടിത്തെളിക്കുകയോ ഒരു വാക്കിംഗ് സ്റ്റിക്ക് കയ്യിൽ കൂടെ കൊണ്ട് നടക്കുന്നത് നല്ലതാണ്. വൃത്തികെട്ട ജീവികളെ കണ്ടെത്താൻ ഇളം നിറമുള്ള സ്ലീവുകൾ ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ജീവികളെ കണ്ടെത്താൻ പാടാക്കും കട്ടിയുള്ള കളറുകൾ. ബാക്കിയുള്ള ജീവികളെ പിടിച്ച് ഭക്ഷിക്കാമെന്ന ആഗ്രഹത്തിൽ കെണികൾ വയ്ക്കരുത്. അത് ബാക്കിയുള്ള വേട്ടക്കാരെ ആകർഷിക്കുന്നതായിരിക്കും. നട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിഷമുള്ള നട്ട്സുകളെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അത്രയും ഉത്തമം. വെള്ളത്തിന് എപ്പോഴും മുൻഗണന നൽകുക. കാരണം അവിടെയുള്ള തണുപ്പ് കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവൻ ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം ശേഖരിക്കുന്നതിന് മുമ്പായി വെള്ളം ശേഖരിക്കുന്ന കാര്യം ആദ്യം ചിന്തിക്കുക. ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, ആമസോൺ മഴക്കാടുകളുടെ ഭംഗിയുള്ള വശം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കുറയുണ്ട്. അനാക്കണ്ടകൾ പോലുള്ള വൈവിധ്യമാർന്ന ജീവികൾ. ഇവ നമ്മെ കടിക്കുന്നതിന് പകരം മുറുക്കി എല്ലുകൾ ഒടിച്ച് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 3 ഫിംഗേർഡ് സ്ലോത്ത് എന്നറിയപ്പെടുന്ന ഇവ എപ്പോഴും ഉറങ്ങുകയാണ് ചെയ്യുന്നത്. കാണാൻ നല്ല